നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, ആരാണ് മനസ്സ് തകർന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് ഒറ്റപ്പെടുത്തിയിട്ട് പോയിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളുടെ മുഖം ഒന്ന് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ റീഡിംഗ് കാണുക കേട്ടോ. കിങ് ഓഫ് കപ്സ് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഒരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയ ഒരാളുണ്ടോ? നിങ്ങൾ തെറ്റുകാരല്ല എന്നറിഞ്ഞിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പോയ ഒരാൾ. ഇപ്പോൾ ഈ റീഡിങ്ങിലൊക്കെ തന്നെ കാണുന്നതും ആ വ്യക്തിയുടെ മാനസികാവസ്ഥയും അവർക്ക് നിങ്ങളോട് മാപ്പ് പറയാനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി അതാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് മാപ്പ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഓരോ കാർഡിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ. അപ്പോൾ ഈ കാർഡുകളിലൊക്കെ തന്നെ പറയുന്നത് നിങ്ങളുടെ വ്യക്തി അല്പം ഈഗോയും അഹങ്കാരവും ഒക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ തമ്മിൽ അത്യാവശ്യം ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതലും ശ്രമിച്ചത് നിങ്ങൾ ഒരാൾ മാത്രമായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പല പ്രാവശ്യം അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ തന്നെയായിരിക്കും മുൻകൈ എടുത്ത് കാല് പിടിച്ച് ആ ഒരു ബ്ലോക്ക് മാറ്റിക്കുകയും അവരോട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്നറിയാവോ? ഈ ഒരു റിലേഷനിൽ ഇവർ അഡിക്റ്റഡ് ആണ്, എത്ര ഒഴിവാക്കിയാലും ഈ ഒരു വ്യക്തി പോവില്ല എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവർ അത്രമേലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ, അതുകൊണ്ടാണ് കാല് പിടിച്ചും കരഞ്ഞുമൊക്കെ നിങ്ങൾ പുറകെ ചെല്ലുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു വിവേകം ഇവർക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും നോക്കുമ്പോഴത്തേക്ക് അടുത്തതൊരു റിയലൈസേഷൻ ഇവർക്ക് അത് വരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിട്ടുപോയ സമയത്ത് ഇവർ വലിയ ഹാപ്പിയൊക്കെ ആയിരുന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിട്ടുപോയ സമയത്ത് വലിയ സന്തോഷത്തിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒരു തരം ഫ്രീഡം ഇവർ അനുഭവിച്ചിട്ടുണ്ടിരുന്നു ആ സമയത്ത്. അതായത് നിങ്ങൾ വിളിക്കുന്നില്ല, നിങ്ങളുടെ മെസ്സേജ് ഇല്ല, നിങ്ങൾ കൂടുതൽ വഴക്കിടാനോ ഒരു കാര്യങ്ങൾ ചോദിക്കാനോ ചെല്ലുന്നില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു തോന്നൽ ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ആക്ട് ചെയ്യുമായിരുന്നു കൂടുതൽ. ആരില്ലെങ്കിലും ഇവർ ഹാപ്പിയാണ് എന്നൊരു തോന്നൽ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അവർ പുതിയ പുതിയ ആൾക്കാരിലേക്ക് പോയിട്ടുണ്ടാവാം, സന്തോഷം തിരക്കി പുതിയ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. പക്ഷെ എവിടെ നിന്നും അവർക്ക് ഈ ഒരു സന്തോഷം, നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് എങ്ങൊന്നും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ആകെ ഒരു ശൂന്യത, ഒരു ഒറ്റപ്പെട്ട പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർ അടിക്കടി എല്ലായിടത്തുനിന്നും അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്തൊരു കെയറിങ്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു റിലാക്സേഷൻ, ഏതൊരു പ്രതിസന്ധികളിലും നിങ്ങൾ ചേർത്ത് നിർത്തുമെന്നൊരു വിശ്വാസം, ഇതൊക്കെ പാടെ അവർക്ക് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടത് മാത്രമല്ല, മറ്റൊരിടത്തൊന്നും ഇവർ തേടിപ്പോയടുത്തൊന്നും ഇവർക്ക് ഇതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സെപ്പറേഷനിൽ ഇവരുടെ ലൈഫിലേക്ക് വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ആ സെപ്പറേറ്റ് ആയ സമയത്ത് ഇവർ കൂടെ എൻജോയ്മെൻറ്റിന് വന്ന കുറേ ആൾക്കാർ, അവർ സാമ്പത്തികമായിട്ട് ഇവരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തു എന്ന് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു മണി ലോസ് അതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കൊടുത്തിരുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കിയിരുന്നില്ല, ഈ ആൾക്കാർ എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം ഇവർ റിയലൈസ് ചെയ്തില്ല. പിന്നീട് എപ്പോഴൊക്കെയാണ് ഇവർക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ നിമിഷം മുതൽ അവർ ചിന്തിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് ഇവരെ മാത്രമാണ്, ഈ ഒരു വ്യക്തിയെ മാത്രമാണ്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല എന്നൊരു റിയലൈസേഷൻ ഇവർക്കുണ്ടായി എന്ന് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് പല രാത്രികളും വേദനയോടെ ഇവർ കഴിച്ചുകൂട്ടി എന്നത് കാണുന്നുണ്ട്, ഉറക്കമില്ലാതെ.
അതുമാത്രമല്ല ഇവർക്കൊരു റിഗ്രറ്റ് ഫീൽ, ദ ഹാങ്ഡ് മാൻ, സ്റ്റക്ക് സിറ്റുവേഷൻ, ദ ഹെർമിറ്റ്, ഒറ്റപ്പെടൽ, റിഗ്രറ്റ് ഫീല്, ഇതെല്ലാം ഇവർക്കുണ്ടായിരുന്നു. അവർക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു മാപ്പ് ചോദിക്കാൻ മാത്രമല്ല, കാല് പിടിച്ച് കരയാൻ വരെ ഇവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഇവരുടെ അവസ്ഥ കണ്ടോ ഇപ്പോഴത്തെ. അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പൊട്ടിക്കരയണമെന്ന് വരെ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം ഇവർക്കില്ല ഈ ഒരു സമയത്ത്. അത്രയും ക്രൂരമായിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തതും പെരുമാറിയതുമൊക്കെ. എനിക്ക് നിന്നെ വേണ്ട, ഈ ഒരു ബന്ധത്തിൽ തുടർന്ന് പോകാൻ താല്പര്യമില്ല, എന്നെ ഒന്ന് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഫോൺ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ നിമിഷങ്ങളൊക്കെ ഇവർ ഭയങ്കര വേദനയോടെ ഓർക്കുന്നു. നെഞ്ചിൽ കത്തി കുത്തി ഇറങ്ങുന്ന വേദന, വാളുകൾ, മൂർച്ചയുള്ള വാളുകൾ കുത്തി ഇറങ്ങുന്ന ഒരു വേദന. ഇവർക്ക് ഇപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പോൾ എവിടെയാണ്. ചിലപ്പോൾ ഇവർ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ നിങ്ങളെ നിരന്തരം വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇവർ കാണുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിയാണോ? അവരില്ലാതെ നിങ്ങൾ ഹാപ്പിയാണോ? ഇതാണ് ശരിക്കും അവർക്ക് അറിയേണ്ടത്, അറിയാൻ താല്പര്യം അതാണ്. അപ്പോൾ നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ചാരിയറ്റ്, ഏസ് ഓഫ് വാൺസ്, ഇതൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ഒരു തന്ന പെയിനൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നേറുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിയാണിപ്പോൾ. അവർ വേണ്ട എന്ന ആ വെച്ച സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് നിങ്ങൾ മുന്നേറി, നിങ്ങൾ ആക്റ്റീവായി, നിങ്ങൾ ബോൾഡായി, നിങ്ങൾ സ്ട്രോങ് ആയി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, നിങ്ങളുടെ ഈ ഗ്രോത്ത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിയുടെ നെഞ്ച് തകരുകയാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ തിരിച്ചു വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ ആ പഴയ ആ ഒരു കൊടുത്ത സ്നേഹത്തിന് പകരം ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലുള്ള ആ ഒരു തീഷ്ണത, ആ ഒരു അവഗണന, അതവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതൊന്ന് നേരിടാൻ അവർക്ക് ഭയമാണ്. നിങ്ങളുടെ ആ ഒരു അവഗണന നേരിടാൻ അവർക്ക് ഭയമാണ്. അവർക്കറിയാം ഇതിനൊരു കർമ്മയുണ്ട്, നിങ്ങളോട് ചെയ്തത് നിങ്ങൾ നാളെ തിരിച്ചു കൊടുക്കുമെന്നൊരു പേടി അവർക്കുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ പറയും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എന്നൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ കാർഡിൽ ഇവരെക്കുറിച്ച് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഈ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ആരുടെ മുഖമാണോ, നിങ്ങളുടെ ഹൃദയം ഈ സമയം ആരോടാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത് അവർക്ക്, അപ്പം അവരാണ് ഇപ്പോഴും നിങ്ങളുടെ ഈ ഓർമ്മയിൽ ജീവിക്കുന്നത്. മനസ്സിലായോ? അവർ തന്നെയാണ് ഈ തെറ്റുകളെ ഓർത്ത് നിരന്തരം നീറുന്നത്. കാലം അവർക്ക് കൊടുത്തൊരു ശിക്ഷയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരാളെ ഇനി കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, അതവർക്ക് കാലം കൊടുത്തൊരു ശിക്ഷയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചില മാപ്പ് പറച്ചിലുണ്ടല്ലോ, അത് വളരെ വൈകി വരുന്നവ. അത് നമ്മൾ തകർന്നിരുന്ന സമയത്ത് തരാത്തൊരു മാപ്പ് നമ്മൾ തനിയെ മുന്നേറിയപ്പോഴത്തേക്ക് കിട്ടിയിട്ട് എന്തിനാണ്, അല്ലേ? സത്യമല്ലേ? നഷ്ടപ്പെട്ടത് പോയതിൻ്റെ വില അവർ തിരിച്ചറിയട്ടെ. അതാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ പറയാൻ കഴിയുന്നത്. അവർ അർഹയല്ല, നിങ്ങളുടെ സ്നേഹത്തിന് അവരർഹനല്ല എന്നുള്ളത് തന്നെ നമ്മൾ കാണുന്നത്. ആ ഒരു വില അവർ തിരിച്ചറിയട്ടെ. അതിനുള്ള സമയമാണ് ഇനി അവർക്ക്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന, ആരുടെയാണെങ്കിലും നല്ലൊരു പെയിൻ അനുഭവിച്ചൊരു റിലേഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും നല്ലത് വരട്ടെ. നിങ്ങൾ ഈ പോകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഈശ്വരൻ നിങ്ങളെ അനുവദിക്കട്ടെ കേട്ടോ. അപ്പോൾ താങ്ക് യു മൈ വ്യൂവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്.